ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യുദ്ധഭീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതത്തിൽ ഉദ്ധിതനെ ഉയർത്തെഴുന്നേറ്റവൻ്റെ സമാധാനത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിൽ മരിച്ചു മരണത്തിന്മേൽ വിജയം വരിച്ച ഈശോ, ഇനിമേൽ എനിക്കു ജീവിതമെന്നാൽ ഉത്ഥിതനായ ഈശോ. കുരിശിൽ മരിച്ചു മരണത്തിന്മേൽ വിജയം വരിച്ച ഈശോ, ഞാനല്ല ഇനി യേശുവിനിൽ ജീവിക്കും ദൃഢനിശ്ചയം. രാത്രി കഴിഞ്ഞു, ശോകമകന്നു, പുതിയ പ്രഭാതമുദിച്ചു. ഉയിർത്തെഴുന്നേറ്റു, നാഥൻ ഉയിർത്തെഴുന്നേറ്റു. പാപത്തിന്റെ വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റു. ഉയിർത്തെഴുന്നേറ്റു, ഉയിർത്തെഴുന്നേറ്റു, നാഥൻ ഉയിർത്തെഴുന്നേറ്റു. പാപത്തിന്റെ വിലങ്ങുകളെല്ലാം തകർത്തെഴുന്നേറ്റു. ഉയിർത്തെഴുന്നേറ്റു. ലൂക്കാ സുവിശേഷം 24 അധ്യായം 34 വാക്യം. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉയർത്തെഴുന്നേറ്റു, നാഥൻ ഉയർത്തെഴുന്നേറ്റു. പാപത്തിൻ്റെ വിലങ്ങുകളെല്ലാം തകർത്ത് എഴുന്നേറ്റു. രാത്രി കഴിഞ്ഞു, പുതിയ പ്രഭാതം ഉദിച്ചു. യുദ്ധം, ഭീതി, അവ്യക്തത. ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് മധ്യപൂർവ ദേശങ്ങളുടെ സാഹചര്യം ഇതാണ്. യുദ്ധഭീതികൾക്ക് നടുവിൽ, ഭയാശങ്കകൾക്ക് നടുവിൽ, സാമ്പത്തിക അരക്ഷിതാവസ്ഥകൾക്ക് നടുവിൽ കർത്താവിനെ ഏറ്റുപറയാം. The Lord has truly been raised. മാറ്റമില്ലാത്ത ആ വിജയത്തെ നമുക്ക് ഏറ്റുപറയാം. അത് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, ആ സാഹചര്യങ്ങൾക്ക് മുകളിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. തിരുവുദ്ധാനം എന്നത് ഭൂതകാലത്ത് നടന്നവസാനിച്ച ഒരു സംഭവമായി ചുരുങ്ങിപ്പോകരുത്. അത് കർത്താവിൻ്റെ വ്യക്തമായ ഉത്തരമാണ്. God's definitive answer to violence, suffering and death. അക്രമങ്ങൾക്കെതിരെ, സഹനത്തിനെതിരെ, മരണത്തിനെതിരെ കർത്താവ് നൽകുന്ന ഉത്തരമാണ് കർത്താവിൻ്റെ തിരുവുദ്ധാനം. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ, നിഷ്കളങ്ക രക്തം ഏറെ ചൊരിയപ്പെടുമ്പോൾ, ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മന്ത്രിക്കുന്നുണ്ട്. മരണം അവസാന വാക്കല്ല. ആയുധങ്ങൾക്കും കലഹങ്ങൾക്കും മുഴക്കമേറുമ്പോൾ, ഓരോ നിമിഷത്തിലും ഒച്ചപ്പാടുകളുടെ നടുവിൽ, യുദ്ധകാഹളങ്ങളുടെ നടുവിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ, ശൂന്യമായ കല്ലറ നിത്യമായ ഒരു പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട്, നിത്യമായ ഒരാശ്വാസം. വിശ്വാസി എന്ന നിലയിൽ തിരുവുദ്ധാനത്തിൽ വിശ്വസിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, തിരുവുദ്ധാനത്തിൻ്റെ സമ്മാനമായ സമാധാനത്തിൻ്റെ സാക്ഷികളാണ്. പ്രത്യേകിച്ച് ലോകത്തിന് മുറിവേറ്റിരിക്കുകയാണ്, മുറിവേറ്റുകൊണ്ടിരിക്കുകയാണ്. ഈശോയിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവർ, തിരുവുദ്ധാനം ഏറ്റുപറയുന്നവർ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനത്തിൻ്റെ സാക്ഷികളാകാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവ് നൽകുന്ന സമാധാനം സ്വീകരിക്കാൻ ലോകത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥനകൾ ഉയർത്താം. ഇന്ന് ഈ പ്രഭാത ശുശ്രൂഷയിൽ യുദ്ധം മൂലം വലയുന്ന എല്ലാവരെയും, ലോകത്തുള്ള സകല മനുഷ്യരെ, സകല ജാതി മനുഷ്യരെ തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ, തൊഴിലിനെ സംബന്ധിച്ച് ഭയാശങ്കകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെടുന്ന നമ്മുടെ യുവജനങ്ങൾ, സാമ്പത്തിക തകർച്ചയിലേക്ക് വീണു പോകുന്നവർ, വലിയ ഭയം, അവ്യക്തത ജീവിതത്തെ ഭരിക്കുന്നവർ, അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൽക്കട്ടയിലെ മദർ തെരേസ പറയുന്നു, പീസ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് വാർ ബട്ട് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. സമാധാനം യുദ്ധമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് മിശിഹായുടെ സാന്നിധ്യമാണ് സമാധാനം. ചുറ്റും അരക്ഷിതാവസ്ഥ ഏറുമ്പോഴും
മിശിഹായുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരാൾ ഒരു ആന്തരിക സമാധാനം കണ്ടെത്തും. പീസ് ഇസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. മിശിഹ ഇല്ലെങ്കിൽ ചുറ്റുപാടും എത്ര സമാധാനമാണെന്ന് നമുക്ക് തോന്നുകിലും ആന്തരിക സമാധാനം അനുഭവിക്കാൻ നമ്മെക്കൊണ്ട് പറ്റില്ല. പീസ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് വാർ ബട്ട് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ, യുദ്ധത്തിൻ്റെ നിഴല് വീണുകിടക്കുന്ന ഭൂമിയിൽ തകർച്ചയുടെ വക്കിൽ മനുഷ്യർ നിൽക്കുന്ന ഈ നേരത്ത് കർത്താവേ, നിന്റെ തിരുവുദ്ധാനം ഞങ്ങൾക്ക് പ്രകാശവും ഞങ്ങൾക്ക് ധൈര്യവും നൽകട്ടെ. സംഘർഷങ്ങളുടെ ഭൂമിയിലേക്ക് നിന്റെ സമാധാനം നീ പകരണമേ. വിലപിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. നിഷ്കളങ്കരെ നീ സംരക്ഷിക്കണമേ. അക്രമം തിരഞ്ഞെടുക്കുന്നവരുടെ ഹൃദയങ്ങൾക്ക് നീ നൈർമല്യം നൽകണേ, ശാന്തത നൽകണമേ. ഈശോയെ, എന്നെ നിന്റെ ഉത്ഥാനത്തിൻ്റെ വാഹകനാക്കണമേ. വെറുപ്പുള്ളിടത്ത് ഞാൻ സ്നേഹം വിതയ്ക്കട്ടെ. നിരാശയുള്ളിടത്ത് ഞാൻ പ്രത്യാശയുടെ നിലവിളി ഉയർത്തട്ടെ. കർത്താവേ, ഇന്ന് എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ഇടപെടലുകളിൽ നിന്റെ സമാധാനത്തിൻ്റെയും നിന്റെ പ്രത്യാശയുടെയും വാഹകനാക്കി എന്നെ മാറ്റണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.